മീഷോ ഹോളിന്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1ന്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഞാനിപ്പോൾ മീഷോ ഹോളില് മെറ്റർണിറ്റി വെയർസ് എടുത്തതിന്റെ പാർട്ട് 2 ചെയ്യുന്നത് വന്നിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പുറത്തേക്ക്, അതായത് ഔട്ട്സൈഡ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇടാൻ പറ്റിയ ബഡ്ജറ്റീവ് ആയിട്ടുള്ള ഡ്രസ്സസ് ഏതൊക്കെയാണ് ഞാൻ എടുത്തതെന്നുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപാടൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. മീഷോ എന്നാണ് എല്ലാം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഡ്രസ്സസ് ഒക്കെ നിങ്ങൾ ഷോർട്സിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഞാനത് യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഏകദേശം ഞാൻ ഇതൊരു 4 മാസമെങ്കിലും മിനിമം യൂസ് ചെയ്തിട്ടുണ്ടാവും. കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. സോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തെറ്റുകുട്ടി നിങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഡെലിവറി കഴിയുന്നതിന് മുമ്പ് ഇതൊക്കെ നിങ്ങൾക്കൊന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേഗം വീഡിയോസ് എടുക്കുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇത്. നിങ്ങൾ ഒരുപാട് ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. നീ ലെങ്ത് ഡ്രസ്സ് തന്നെയാണ് ഇത്. ഭയങ്കര കംഫർട്ടബിൾ ആണ് എനിക്ക് ഇടുമ്പോൾ. ഈവൻ നോക്കി അടിപൊളിയായിട്ട് സ്റ്റൊമക്കൊക്കെ അറിയാൻ പറ്റും. ഈവൻ ഇവിടെയൊക്കെ ഭയങ്കര ടൈറ്റ് അല്ല, ലൂസ് ആയിട്ടുള്ള സംഭവമാണ്. കയ്യിൽ ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെയാണ് വരുന്നത്. കഴുത്ത് വന്നിട്ട് നല്ല ഡിസൈൻ ആണ്. ബട്ട് ഓൺലി ഒരു ഡ്രോബാക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഫീഡിങ് സിബ് ഇല്ല. നിങ്ങൾക്ക് ഫീഡിങ് സിബ് ഉള്ളതാണെങ്കിൽ അതിൻ്റെ വേറെ കുറേ അവൈലബിൾ ആണ്. എനിക്ക് ഫീഡിങ് സിബ് ഉള്ളത് ഇപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. ഞാൻ ഈ മെറ്റേർണിറ്റി ടൈമിൽ, അതായത് പ്രഗ്നൻസി ടൈമിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡ്രസ്സുകൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് വന്നിട്ട് ഏകദേശം 300 റേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ഞാൻ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. വാങ്ങാനുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും പോയി നോക്കി റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഇതിൽ കംഫർട്ടബിൾ ആയിരുന്നു. എനിക്കിതിന് 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ഞാൻ ഒരുപാട് തവണ എൻ്റെ കയ്യിൽ വരുന്ന ഒരു ഡ്രസ്സ് തന്നെയാണത്. ഞാൻ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൂ. വീട്ടിലോട്ട് നടക്കാറുണ്ട്, ഈവൻ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഇടാറുണ്ട്. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആണ് ഈ ഡ്രസ്സ്. അടുത്ത ഡ്രസ്സാണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു ചുങ്കിടി ടൈപ്പ് മെറ്റീരിയൽ ആണ്. ചുങ്കിടിയാണ്. എല്ലാം എൻ്റെ ഓൾമോസ്റ്റ് 3/4 കൈകളാണ് ഞാൻ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഹാഫ് സ്ലീവ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇത് ഞാൻ ഏകദേശം ഒരു 4 മാസമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആണ്, ചൂടെടുക്കുന്നില്ല. ഈവൻ ഫീഡിങ് സിബ് ഇതിൽ അവൈലബിൾ ആണ്. രണ്ട് സൈഡ് ഫീഡിങ് സിബ് അവൈലബിൾ ആണ്. നല്ല ലൂസായിട്ട് നീ ലെങ്ത്തിൽ വരുന്നുണ്ട്. നീ ലെങ്ത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഇവിടെ ഒന്നും ടൈറ്റ് ഒന്നും അല്ല, ഭയങ്കര വയറിന്റെ അവിടെ ഒന്നും ടൈറ്റ് അല്ല, നല്ല ലൂസ് ആയിട്ടുള്ളതാണ്. 300 റേഞ്ചിൽ ഇത്രയും വർത്ത് ആയിട്ട് ഡ്രസ്സുകൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. മീഷോയിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഡ്രോബാക്സ് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വരുന്ന ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇതാണ്. എനിക്ക് ഇന്ന് വരെ അങ്ങനത്തെ ഒരു മിസ്റ്റേക്സ് പറ്റിയിട്ടില്ല. നിങ്ങൾ റിവ്യൂസ് ഒക്കെ നോക്കി നല്ല രീതിയിൽ വാങ്ങിക്കുകയാണെങ്കിൽ മീഷോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണെന്നാണ് എൻ്റെ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് സപ്പോർട്ട് ചെയ്ത് പറയല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഇത് പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റേ ഇതൊന്നും അല്ല, മീഷോ ഹോളിൻ്റെ ഒരു ഇതൊന്നും അല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ യൂസ് ചെയ്തെന്നാണ് പറയുന്നത്. സോ ഈ ഡ്രസ്സ് എന്ന് വന്നിട്ട് എനിക്കൊരു 7 ഔട്ട് ഓഫ് 10 കൊടുക്കാവുന്നതാണ്. കുറച്ച് ഇവിടെ ലൂസ് ആണെന്നേ ഉള്ളൂ, പക്ഷെ വെരി കംഫർട്ടബിൾ ആണ്. നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ റൗണ്ട് നെക്കാണ്. നെക്ക് വന്നിട്ട് റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് നാളെ ആഫ്റ്റർ ബാക്ക് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് നാളെ മെറ്റർണിറ്റിക്ക് ശേഷവും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫീഡിങ് സിബ്സ് അവൈലബിൾ ആണ്. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് കാണാം. അടുത്ത ഒരു ഡ്രസ്സാണ് ഇതെന്ന് പറയുന്നത്. വൈറ്റിൽ, കുറച്ച് ഓഫ് വൈറ്റിൽ നല്ല ഡിസൈൻസ് ഉള്ള ഒരു കുർത്തയാണ്. കുർത്ത അല്ലെങ്കിൽ ആംഗിൾ ലെങ്ത് മാക്സി ഡ്രസ്സാണത്. ഇത് കണ്ടോ, നീ ലെങ്ത് ആണ് വരുന്നത്. ഇവൻ എനിക്ക് ഹൈറ്റ് കൂടുതൽ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് നീ ലെങ്ത് ആയിട്ട് വരുന്നത്. നോർമൽ ഹൈറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് 5.6 ഒക്കെ ഉള്ള ആൾക്കാർക്ക് എടുക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നീക്കും താഴെ വരുന്നതായിരിക്കും. ഇത് 3/4 കൈയല്ല, നോർമൽ ഹാൻഡ് ആണ്. കുറച്ച് ലൂസാണ് കൈ. ഇത് ഉടല് പക്ഷെ കറക്റ്റ് ആണ്. ഇത് കണ്ടോ, കൈയൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. കഴുത്ത് കുറച്ച് കയറിയിട്ടുള്ള കഴുത്താണ്. പക്ഷെ ഫീഡിങ് സിബ് അവൈലബിൾ അല്ല. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും നമുക്ക് മെയിൻ ആയിട്ട് മെറ്റർണിറ്റി ടൈമിൽ ഇവിടെ കംഫർട്ടബിൾ ആയിരിക്കും. ഈ ഭാഗം കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെ ടൈറ്റ് ആവാനോ കുറച്ച് കാറ്റോട്ടമായിട്ടിരിക്കാനായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക.
പക്ഷെ ഇവിടെ ഇങ്ങനെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിലൊരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം നിങ്ങൾ വല്ല സ്ലിപ്പോ ഇതൊക്കെ ഉള്ളിൽ ഇടേണ്ടിയായിട്ട് വരും. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിതിനൊരു 7 out of 10 കൊടുക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 350 റുപ്പീസാണ് വന്നിരിക്കുന്നത്. എല്ലാം ഞാൻ 400 റേഞ്ചിനുള്ളിലാണ് എടുത്തിരിക്കുന്നത്. സോ ഇതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഏകദേശം ഒരുപാട് വാഷ് കഴിഞ്ഞതാണ്, മെഷീൻ വാഷൊക്കെ കഴിഞ്ഞതാണ്. ഒരു ഡ്രോബാക്സും പറയാനില്ല. കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന മെറ്റേണിറ്റി വെയർ തന്നെയാണ്. ആഫ്റ്റർ മെറ്റേണിറ്റി ഓൾസോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ അടുത്ത പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത്. അപ്പോൾ ഏകദേശം 8-9 മീഷോന്ന് വാങ്ങിച്ച മെറ്റേണിറ്റി വെയർസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ ലാസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതിനുശേഷം ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ 38 weeks ഓഫ് പ്രഗ്നൻസിയിലാണ്. ഞാൻ ഇനി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, കണ്ടത് നല്ലതുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ഏകദേശം 8-9 ഡ്രസ്സോളം വാങ്ങിച്ചു കഴിഞ്ഞിരുന്നു. അതെല്ലാം ഞാൻ 400 റേഞ്ചിലാണ് വാങ്ങിയിരിക്കുന്നത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ഞാൻ ഒരു 2 months ബിഫോർ വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്ക് പറ്റിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ലെങ്ത് ആയിരുന്നു. പക്ഷെ എനിക്ക് നീ ലെങ്ത് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. കാരണം മേ ബി ഫോട്ടോയില് ഫുൾ ലെങ്ത് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്ക് നീ ലെങ്ത് ആണ് വന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കൈയൊക്കെയാണ്. ഇവിടെയും എലാസ്റ്റിക് ആണ്, ഇവിടെയും എലാസ്റ്റിക് ആണ്. കഴുത്തും നല്ല കംഫർട്ടബിൾ ആണ്. ചെസ്റ്റിന്റെ ഭാഗമൊക്കെ കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇവിടെ ലൂസായിട്ട് നല്ല മെറ്റേണിറ്റി വെയർ ആയിട്ട് പറ്റും. ഇതുപോലെ ഇവിടെ ബട്ടൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടൺ ഫീഡിങ് ടൈമിലൊക്കെ ഇങ്ങനെ ബട്ടൺ ഓപ്പൺ ചെയ്ത് ഫീഡിങ് ടൈം യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് ഏകദേശം ഞാൻ 300 റുപ്പീസ് കൊടുത്തിട്ടാണ്, 380 റുപ്പീസ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. സോ ഇത്രയൊക്കെയാണ് പ്രോഡക്റ്റ്. എല്ലാം കോട്ടൺ മിക്സ് മെറ്റീരിയൽസ് ആണ്. ചൂടെടുക്കില്ല, കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക്. എനിക്ക് ഇത്രയും യൂസ് ചെയ്തിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സോ എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഈ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ മറ്റേ സെലിബ്രിറ്റീസും അവരും എടുക്കുന്നത് പോലെ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടമാവുകയും യൂസ്ഫുൾ ആവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ഓൾമോസ്റ്റ് എൻ്റെ പ്രഗ്നൻസി ജേർണി ഹാപ്പി ആയിട്ട് എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്രാർത്ഥിക്കാനും മറക്കരുത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഭയങ്കര സ്വെറ്റിംഗ് ആണ്, എനിക്ക് റൂമൊക്കെ അടച്ചെടുക്കുമ്പോൾ ഭയങ്കര സ്വെറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഒന്ന് സപ്പോർട്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. സോ എല്ലാവരും പ്രഗ്നന്റ് ആയിരിക്കുന്നവരും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.